കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തലമുറയിൽ ദൈവഹിതം നിവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രവർത്തന മുഖാന്തരം അനേകരുടെ ആത്മീയ ജീവിതത്തിന് ഉന്നമനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നിന്ന് പ്രാർത്ഥിപ്പാനും അനേകരുടെ ആത്മീയമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുവാനും അത് അവരുടെ ആത്മീയ ജീവിതത്തിന് വളർച്ചയ്ക്ക് നിദാനമായി തീർന്നു എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രവർത്തനം ദൈവഹിത പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ നാളുകൾ ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നും നമുക്ക് വേദ പഠനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. പാസ്റ്റർ ജെയ്സ് ജോസഫ് തുടർന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്നതാണ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഗിരിപ്രഭാഷണത്തിലൂടെ വളരെ മനോഹരമായ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ ആത്മീയത എന്താണ്, യഥാർത്ഥ നീതി എന്താണ് എന്നുള്ള കർത്താവിൻ്റെ ഉപദേശം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എങ്ങനെയാണ് യഥാർത്ഥ നീതിക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതെന്ന് ഈ വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് മുന്നറിയിപ്പുകളാണ്. ആ മുന്നറിയിപ്പുകളോട് കൂടിയാണ് ഈ ഗിരിപ്രഭാഷണം അവസാനിക്കുന്നത്. 13-ാം വാക്യം മുതൽ നമ്മൾ കാണുന്ന ഒരു ഭാഗം, അതായത് അത് അവസാനം വരെയും ഏകദേശം 23-ാം വാക്യം വരെ 13 മുതൽ 23 വരെയുള്ള 11 വാക്യങ്ങൾ നമ്മോട് പറയുന്നത് ഒറ്റ കാര്യമാണ്: കള്ളപ്രവാചകന്മാരെ എങ്ങനെ സൂക്ഷിക്കണം. ഒറ്റ കാര്യമാണ്. 13-ാം വാക്യം മുതൽ 23-ാം വാക്യം വരെ ശ്രദ്ധിച്ച് കേട്ട് നോക്കിയാൽ ഇത് മതി നമുക്കൊരു കള്ളപ്രവാചകനെ വിവേചിക്കാൻ. ഇടുക്കുവാതിലിലൂടെ അകത്ത് കിടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കിടക്കുന്നവർ അനേകരുമാകുന്നു. അപ്പോൾ കള്ളപ്രവാചകനെ തിരിച്ചറിയാനൊരു വഴി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വിശാലമായൊരു വഴി ദൈവം തുറന്നിരിക്കുന്നു പറഞ്ഞ് വരുന്നവനാണ് കള്ളപ്രവാചകൻ. അതായത് വിശാലമായ വഴിയിലൂടെ പോകുന്നവർ നാശത്തിലേക്കുള്ളവരാണ്. കർത്താവ് പറയാണ്, ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പിൻ. നമ്മൾ സൂചിക്കുഴയെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. സൂചിക്കുഴയ്ക്കകത്തോടെ കിടക്കാനാണ് ധനവാനോട് പറഞ്ഞത്. അത് ഇമ്പോസിബിളാണ്. അപ്പോൾ കർത്താവ് പറയുന്നത്, ഇടുക്കുവാതിലൂടെ കടക്കാനാണ് നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹം ഉണ്ടാകേണ്ടത്. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കിടക്കുന്നവർ അനേകരുമാകും. നിങ്ങളുടെ ലൈഫ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എല്ലാവരും പോകുന്ന ആ വഴി തന്നെയാണോ നിങ്ങളും പോകുന്നത്? നല്ല പഠിക്കുക, പൈസ ഉണ്ടാക്കുക, ജോലി കിട്ടുക, പിന്നെ എന്ത് ചെയ്യുക, കല്യാണം കഴിക്കുക, പിന്നെയും പൈസ ഉണ്ടാക്കുക, ജോലി ചെയ്യുക, പിന്നെ അവസാനം ഒരു വീട് വയ്ക്കുക, പിള്ളേരെ പഠിപ്പിക്കുക, പൈസ ഉണ്ടാക്കുക, ജോലി ചെയ്യുക, വീട് വയ്ക്കുക, പിന്നെ അവരുടെ പിള്ളേരുണ്ടാവുക, അവരെ കളിപ്പിക്കുക, പൈസ ഉണ്ടാക്കുക. ഇതുമാത്രം ഈ സൈക്കിളിലൂടെയാണോ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതാണ് വിശാലമായ വഴി. ഇതിലെയാണ് സകല മനുഷ്യരും പോകുന്നത്. ഇവർ ഈ പോകുന്ന വഴിയിലെല്ലാം ഇവരെ നിയന്ത്രിക്കുന്നത് ഉപജീവന ചിന്ത. എന്ത് ഭക്ഷിക്കും, എന്ത് കുടിക്കും. ഇവർക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ നീതിയെയോ രാജ്യത്തെയോ അന്വേഷിക്കാൻ സാധിക്കില്ല. ഈ ഒരു യാത്ര ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും ദൈവത്തിൻ്റെ നീതി അന്വേഷിക്കുന്നില്ല. കാരണം അവർക്ക് അവരുടെ രാജ്യം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളെപ്പോൾ ഉപജീവന ചിന്തകളിൽ കുരുങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട പോലെ ഈ ഒരു സുഖജീവിതം നയിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ഈ തത്രപ്പാട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കർത്താവിൽ നിന്നും അവൻ്റെ ആത്മീയതയിൽ നമ്മളെ അകറ്റിക്കളയും. ഇടുക്കുവാതിൽ നിന്ന് നമ്മളെ തള്ളിക്കളയും എന്നുള്ളതാണ്. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും അതിൽ കൂടി കിടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. അത് കിടക്കുന്നവരുടെ കാര്യം പറയാനില്ല. ഇങ്ങനൊരു ഇടുക്കുവാതിലാണ് ദൈവരാജ്യത്തിലേക്കുള്ളതെന്ന് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. എപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈ കള്ളപ്രവാചകന്മാർ എന്ത് ചെയ്യുന്നറിയാമോ? ഈ ഇടുക്കുവാതിൽ അങ്ങ് അടച്ചുകളെ ഒരിക്കലും കാണിച്ചു തരില്ല. ഈ ക്രിസ്തു നടക്കുമായിരുന്ന ആ ഒരു ഇടുക്കുവാതിൽ മറച്ചു കളയുന്നവരാണ് കള്ളപ്രവാചകന്മാർ. അവരെപ്പോഴും നിങ്ങളെ വിശാലമായ വഴി കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ലോകത്തിൻ്റെ സക്സസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ എക്സാമിനേഷൻ പാസ്സാകുന്ന വിവരം, നിങ്ങൾക്ക് ജോലി കിട്ടുന്ന വിവരം, നല്ല കല്യാണം നടക്കുന്ന വിവരം, നിങ്ങൾക്ക് വിദേശത്ത് അഡ്മിഷൻ കിട്ടുന്ന വിവരം, അല്ലെങ്കിൽ വിസ കിട്ടുന്ന വിവരം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രവചിച്ചുകൊണ്ട് നടക്കും. അത് വിശാലമായ വഴിയിലേക്ക് നിങ്ങളെ തള്ളിവിടാനുള്ള ഒരു പ്രലോഭനമായിട്ടാണ് ഇവർ വരുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇത് കള്ളപ്രവാചകന്മാരാണ് എന്നുള്ളതിൻ്റെ ഒരടയാളമാണ്. നിങ്ങൾ എവിടെയാണ് ഈ വിശാലമായ വഴിയെക്കുറിച്ചുള്ള പ്രവചനം കേൾക്കുന്നത്? എവിടെയാണ് നിങ്ങളുടെ ജീവിതം ജയിക്കുന്നത്? ഇവിടെ ഒരു ഉന്നതമായ പൊസിഷനിലെത്തുമ്പോഴാണ് എന്നുള്ള രീതിയിലുള്ള പ്രവചനം നിങ്ങൾ എപ്പോഴാണ് കേൾക്കുന്നത്? അവരെ സൂക്ഷിച്ചുകൊള്ളുക. അവരാണ് കള്ളപ്രവാചകന്മാർ. ഓക്കെ, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു.
ഈ അകമയുള്ള മനുഷ്യനെ നമ്മൾ എപ്പോഴാണ് വെളിയിൽ കാണുന്നറിയോ? അവരുടെ ഒന്ന് ഉടക്കിയാൽ മതി, അവർ ശപിച്ചിട്ട് പോകും. ചെന്നായി അകത്തിരിപ്പുണ്ട്, ഒന്ന് പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒറിജിനൽ സ്വഭാവം കാണാൻ പറ്റും. എന്തെങ്കിലും ഒരു വാക്കൊന്ന് എതിർത്ത് പറഞ്ഞു നോക്കി ഈ ആത്മീക ആചാര്യന്മാരോട്, അവർ ചെയ്യുന്ന തെറ്റാണെന്ന് പറഞ്ഞു നോക്കി, അതോടെ നിങ്ങൾ തീർന്നു. അപ്പോഴാണ് അവർ ചെന്നായായിരുന്നു എന്നുള്ള കാര്യം എന്നാലും ഇത് മനസ്സിലാവുകയില്ലെന്നുള്ള അത്ര വലിയ വഞ്ചനയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അഹങ്കാരത്തോടെയും ധിക്കാരത്തോടെയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എത്രയോ ആളുകൾ ദൈവദാസന്മാരെന്ന് അഭിനയിച്ചുകൊണ്ട് നടക്കുന്നു, പ്രവചിച്ചുകൊണ്ട് നടക്കുന്നു, ആലോചന പറഞ്ഞു തരുന്നു. അതിനെല്ലാം വിധേയരെ പോലെ ഇരുന്ന് ആളുകൾ കേൾക്കുന്നു, ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സഹോദരൻ ഒരു ചർച്ചിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ പാസ്റ്റർ പ്രസംഗിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്ന, നിങ്ങൾ പറയുന്ന പോലെയൊന്നും അല്ല ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. നിങ്ങൾ പറഞ്ഞിട്ടൊന്നും ഇവിടെ ശുശ്രൂഷയ്ക്ക് വന്ന ആളല്ല ഞാൻ. അപ്പോൾ എൻ്റെ സഹോദരൻ വിചാരിച്ചു ദൈവം പറഞ്ഞിട്ട് വന്നതെന്ന് പറയാൻ ആയിരിക്കും പോകുന്നത്, കാരണം അങ്ങനെയാണല്ലോ അതിൻ്റെ അടുത്ത വാക്യം. പക്ഷെ പുള്ളി പറഞ്ഞ അങ്ങനെയല്ല, എന്നെ സെൻട്രൽ കൗൺസിൽ പറഞ്ഞു വിട്ടതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആടുകളെ ഇടേൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന പരിപാടിയല്ല, ഇതൊരു മാനേജ്മെൻറ്റ് പരിപാടിയായിട്ടാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന കള്ളപ്രവാചകന്മാർ ആടുകളുടെ വേഷം പൂണ്ട് ചിരിച്ച് അച്ചായ, അമ്മാമ്മേ, കൊച്ചമ്മേ എന്ന് വിളിച്ച് ഭയങ്കര അടുപ്പം കാണിക്കും. പക്ഷെ നിങ്ങൾ അവർക്ക് എതിര് നിന്ന് കഴിഞ്ഞാൽ അവർ നിങ്ങളെ നശിപ്പിച്ചു കളയും. നിങ്ങൾ അവർക്ക് അനുകൂലമായിരിക്കുന്നിടത്തോളം കാലം, അവരെ ബഹുമാനിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം അവർ നിങ്ങളോട് ഭയങ്കര സ്നേഹമായിരിക്കും. മനുഷ്യരെ ഉപായത്തിൽ കുരുക്കാൻ വേണ്ടി ചക്കരവാക്കുകൾ പറയുന്നവരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവരും കള്ളപ്രവാചകന്മാരുടെ വേറൊരു ലക്ഷണമാണ്. അവർ നിങ്ങളെ ഭയങ്കരമായി സ്നേഹിക്കുന്നു എന്ന് വിചാരിക്കും. ഈ മനുഷ്യർക്ക് പറ്റുന്നൊരു പറ്റം തന്നു വെച്ച് കഴിഞ്ഞാൽ സെലിബ്രിറ്റി പാസ്റ്റേഴ്സ്, ഈ ഭയങ്കര പ്രശസ്തരായ പാസ്റ്റേഴ്സ് വരുമ്പം, അതിപ്പം പ്രവാചകന്മാരായാലും വചനം പഠിപ്പിക്കുന്നവരായാലും, അവരുടെ സുഹൃത്താണ് ഞാൻ എന്ന് പറയാൻ ഒരു ഗമയുണ്ട്. ഞാൻ അവർ ഭയങ്കര ക്ലോസാ ബ്രദറെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഈഗോ, അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമ്മൾ പലപ്പോഴും വഞ്ചിക്കപ്പെടുന്നു. നിങ്ങൾ കർത്താവിനെ അല്ലാതെ ആരോടും വിധേയരായിരിക്കരുത്, എന്നാൽ പരസ്പരം സഹോദരങ്ങളായിരിക്കണം. സഹോദരങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്താൻ പറ്റണം. നിങ്ങൾ ഒരാളെ തിരുത്തുമ്പോൾ അയാൾ കേൾക്കുന്നില്ലെങ്കിൽ, നിങ്ങളോട് പിണങ്ങുകയാണെങ്കിൽ അയാൾക്ക് നിങ്ങളെ തിരുത്താനും അവകാശമൊന്നുമില്ല. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കുവിൻ. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. അപ്പം അകമേ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളായിരിക്കുമ്പോൾ തന്നെ അവർ പുറമേ നിന്ന് കണ്ടാൽ ഒരിക്കലും ചെന്നായാണെന്ന് തോന്നുകയില്ല. അതുപോലെയാണ് അവർ വരുന്നത്. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. അപ്പോൾ ഫലം എപ്പോഴെങ്കിലും നിങ്ങൾ കാണും. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിരികളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെ നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, പാസ്റ്ററെ, ബ്രദറെ, ഞങ്ങളുടെ മരം എന്ന് പറഞ്ഞാലേ അത് കുറച്ച് നല്ല ഫ്രൂട്ടും കുറച്ച് ചീത്ത ഫ്രൂട്ടുമായിട്ടാണ് വരുന്നത്. പല ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നത്. കുറച്ച് നല്ല ഫലമുണ്ട്, കുറച്ച് മാങ്ങാപ്പഴം ഉണ്ടാകുന്നുണ്ട്, പിന്നെ കുറച്ച് ഞെരിഞ്ഞിലും അതും ഇതെല്ലാം ഉണ്ടാകുന്നുണ്ട്. ഇതെന്താ ഇങ്ങനെ ഈ മരത്തിൽ പലതരം ഫ്രൂട്ട് ഉണ്ടാകുന്നത്? അപ്പോൾ ഏത് മരം ഇത്? സഹോദരങ്ങളെ, ശരിക്കും കർത്താവ് പറഞ്ഞത് ഒരു മരത്തിൽ ഒരു ടൈപ്പ് ഫ്രൂട്ട് ഉണ്ടാവുള്ളൂ. നമുക്കറിയാം, ലോകത്തിൽ എവിടെ നോക്കിയാലും ഒരു ടൈപ്പ് ഫ്രൂട്ട് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജഡമനുഷ്യനെ സംബന്ധിച്ച് അവന് നല്ല ഫ്രൂട്ട് ഉള്ളതായിട്ട് അഭിനയിക്കാൻ പറ്റും. പക്ഷേ അതെല്ലാം ജഡത്തിൻ്റെ ഫ്രൂട്ട് തന്നെയാണ്. ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർ ജഡത്തിൽ നിന്നായിരിക്കും ചെയ്യുന്നത്. നല്ല ഫ്രൂട്ടാണ് നമ്മൾ വിചാരിക്കുന്നതാണ്. പക്ഷെ ഒരിക്കൽ അവർ സ്ട്രെസ്സിലാവുമ്പോൾ അവരുടെ ഒറിജിനൽ സ്വഭാവം വെളി വരും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചീത്ത ഫ്രൂട്ടിൽ നിന്ന്, ഒരു മരത്തിൽ നിന്ന്, ഒരു ചീത്ത മരത്തിൽ നിന്ന് ഒരിക്കലും നല്ല ഫ്രൂട്ട് ഉണ്ടാകുന്നില്ല. നല്ല ഫ്രൂട്ട് എന്ന് ഉദ്ദേശിക്കുന്ന കർത്താവിൻ്റെ നീതിയുടെ ഫലം പുറപ്പെടുവിക്കുവാൻ ഈ മരങ്ങൾക്കൊന്നും സാധിക്കില്ല. കർത്താവിൻ്റെ നീതിയിലേക്ക് വിരൽ ചൂണ്ടാത്ത, കർത്താവിൻ്റെ നീതി എന്ന സമാധാന ഫലം, നീതിയുടെ ഫലം പുറപ്പെടാത്ത എല്ലാ മരങ്ങളും മോശം ഫ്രൂട്ട് തന്നെയാണ് പുറപ്പെടുവിക്കുന്നത്. ഇവിടെ പറയുകയാണ്, നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയില്ല. അപ്പം ട്രങ്ക് ശരിയല്ലെങ്കിൽ, ആ മരത്തിൻ്റെ ട്രങ്ക് ശരിയല്ലെങ്കിൽ, അത് മാവിൻ്റെ ആണെങ്കിൽ മാങ്ങാപ്പഴം അല്ലാതെ ഒരു പഴം അതിനകത്തുണ്ടാവില്ല. അങ്ങനെയാണ് ആ ഒരു സെലക്ഷൻ എന്ന് പറയുന്നത്. ഒരു മരത്തിൻ്റെ സ്പീഷീസ് എന്താണോ അതനുസരിച്ചുള്ള ഫലമേ അതിനകത്ത് ഉണ്ടാവുകയുള്ളൂ. പലതരത്തിൽ ചില നല്ല ഫലങ്ങളും ചില ചീത്ത ഫലങ്ങളും ഉണ്ടാകുന്നില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു, ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങളവരെ തിരിച്ചറിയും. അപ്പോൾ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, ആ വേരാനുള്ളതെങ്കിൽ അതിൽ നല്ല ഫലമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ പഴയ ജഡം അപ്പോഴും അവിടെ ഇരിക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് ചീത്ത ഫലമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് ക്രൂശിൽ മരിക്കുകയും ക്രിസ്തു നമ്മിൽ വസിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ നല്ല ഫലം പുറപ്പെടുവിക്കുന്ന ആൾക്കാർ. ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു പുതിയ മനുഷ്യൻ മാത്രമേ നല്ല ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഫലങ്ങൾ ഒരാളിൽ നിന്ന് പുറപ്പെടുന്നില്ലെങ്കിൽ, ക്രിസ്തുവിൻ്റെ വിശുദ്ധിയാൽ അവൻ വിശദീകരിക്കപ്പെടുന്നില്ലെങ്കിൽ, സഹോദരങ്ങളെ, തീർച്ചയായിട്ടും അവരെ
പ്രശ്നത്തിലാണ് അവർ, പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നവരാണ്, നല്ല മരമല്ല എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. പണ്ടൊരാൾ എന്നോട് പറഞ്ഞതാണ്, അവിടെ മീറ്റിങ്ങിന് പോയിട്ട് ഒരു ലാഭവും ഇല്ലായിരുന്നു, 500 രൂപ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞു. അത് അപ്പോൾ അറിയാം ഇതിനകത്തുള്ള ദ്രവ്യാഗ്രഹം എന്തുമാത്രം ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ തന്നെ അത് അറിയാം ഇയാളുടെ ഉദ്ദേശം ഇതാണ്, പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു പെർഫോമൻസായി മാറിയിരിക്കുന്നത്. ഇതെല്ലാം മോശം ഫലങ്ങളാണ്. എൻ്റെ പ്രസംഗം നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം, വീണ്ടും വീണ്ടും മീറ്റിങ്ങിന് വിളിക്കണം, ആരെയും വെറുപ്പിക്കരുത്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഇതെല്ലാം മോശം ഫലം പുറപ്പെടുവിക്കുന്നതാണ്. സമ്പത്തിന് വേണ്ടി മോഹം വെച്ചുകൊണ്ട് വലിയ വലിയ മീറ്റിങ്ങുകളിൽ മാത്രം പ്രസംഗിക്കുന്ന ആളുകൾ, ഫലം മോശമാണ്. വിശാലമായ വഴി കാണിച്ചു തരുന്നവർ, ഫലം മോശമാണ്. എല്ലാവരെയും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവർ, മറ്റ് സഹോദരന്മാരെ വളരാൻ വിടാത്തവർ, അസൂയയും കുശുമ്പുമായിട്ട് ആത്മീക ലോകത്ത് ഒരുത്തനെ വെട്ടി വീഴ്ത്താൻ ശ്രമിക്കുന്നവർ, സഹോദരങ്ങൾ, ഇതെല്ലാം ഫലം മോശമാണ്. ഈ മോശമായ ഫലം തുടർച്ചയായിട്ട് വരുന്നുണ്ടെങ്കിൽ, അതിൽ മാനസാന്തരമില്ലെങ്കിൽ, അതിനർത്ഥം അവർ കള്ളപ്രവചകന്മാരാണെന്നാണ്. അവർ എത്ര വലിയ പ്രവചനം പ്രവചിച്ചാലും. എന്നിട്ട് കർത്താവ് പറയാണ്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, രാത്രിയും പകലും നിലവിളിച്ച് കരയുന്നവനല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അതാണ് ഈ സൂചിക്കുഴ. അത് ചെയ്യുന്നവൻ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളെ കൊണ്ട് അത് പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നിസ്സഹായരും ബലഹീനരും കൃപയിൽ ആശ്രയിക്കുന്നവരാണെന്ന് പറയുന്നത്. ഈ കൃപ വരുന്നത് ഇവിടെയാണ്, നമ്മുടെ ബലഹീനതകളിലാണ് ഈ കൃപ തെളിഞ്ഞു വരുന്നത്. എന്നിട്ട് പറയാണ്, കർത്താവേ കർത്താവേ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും അന്നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുകയെന്ന് തീർത്തു പറയും. ഇപ്പോൾ ഒരു ദിവസം ഒരു മനുഷ്യനോട് പറഞ്ഞു, ഈ ഒരിക്കലും അറിയില്ല എന്ന് കർത്താവ് പറഞ്ഞത്, ഇവർ അത്ഭുതമൊക്കെ ചെയ്യും, അത് കഴിഞ്ഞ് വന്നിരുന്ന് പ്രാർത്ഥിക്കില്ല, അതുകൊണ്ടാണെന്ന്. അങ്ങനെയാണോ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? ഒരിക്കൽ പോലും ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടേ ഇല്ലെന്നാണ്, നിങ്ങൾ എൻ്റെ ലിസ്റ്റിലുള്ളവരല്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്രൈസിസിലൂടെ കടന്നു പോകുന്നൊരു കാലമായിരുന്നു. അപ്പോൾ എൻ്റെ ഭാര്യ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പല പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോഴും വീണ്ടും വീണ്ടും ആ ഒരിത്തിരി വലിയ ക്രൈസിസ് ആയിരുന്നതുകൊണ്ട് വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ ഒരു ശബ്ദം ഉണ്ടായി, നീ ഇതിനെക്കുറിച്ച് ഭാരപ്പെടണ്ട, ഞാനിത് നോക്കിക്കോളാം, റിലാക്സ്, ബി കാം എന്നൊരു ബോധ്യമുണ്ടായി. പക്ഷെ അതിനുശേഷം മറ്റ് സഹോദരിമാരൊക്കെ പറഞ്ഞു, അങ്ങനെയല്ല, നമ്മൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ വീണ്ടും മുട്ടുകുത്തി എന്നെ സഹായിക്കണേ, ഇതിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ടു. എന്നോടൊന്ന് പറഞ്ഞെങ്ങനെയാണ്, എതിർ ക്രിസ്തു എന്നോട് സംസാരിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, അതെങ്ങനെ മനസ്സിലായി? എപ്പോഴുമുള്ള ആ ശബ്ദമല്ല, ആ ശബ്ദം ഇതായിരുന്നു, ഞാൻ നിന്നെ സഹായിക്കാം, എൻ്റെ അടുത്തേക്ക് പോരേന്നായിരുന്നു. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു, ഇത് ചിലപ്പം റിയലായിട്ടൊരു വിഷനായിട്ട് വന്നതാണോ, അതെ എങ്ങനെ വന്നാൽ ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ അതിനകത്തൊരു തിയറിയുണ്ട്, ഒരു സത്യമുണ്ട്. അവിടെ അത്ഭുതം നടന്നെന്നുള്ള സത്യമാണ്, യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് നടന്നതെന്നുള്ള സത്യമാണ്, നിഷേധിക്കാൻ പറ്റില്ല. ഭൂതങ്ങൾ പോകുന്നുണ്ട്, രോഗികൾ സൗഖ്യമാകുന്നുണ്ട്, എല്ലാ അത്ഭുതങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ കർത്താവ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. കർത്താവ് അറിയാതെ എങ്ങനെയാണ് ഈ കർത്താവിൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ പുറത്താകുന്നത്? അപ്പം കർത്താവ് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ അർത്ഥം കർത്താവിന് വിവരങ്ങളൊന്നും അറിയത്തില്ലെന്നല്ല. അറിയുക എന്നുള്ളതിന് പുതിയ നിയമത്തിലുള്ള അർത്ഥം ഒരു ഇൻറ്റിമസി ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് ഞാൻ എൻ്റേതെന്നറിയുക, അതാണ് ആ അറിവ്. കർത്താവ് അങ്ങനെ അവരെ ക്രിസ്തുവിൻ്റേതെന്ന് കർത്താവ് അറിഞ്ഞിട്ടില്ല. അപ്പോൾ കർത്താവുമായിട്ട് അവർക്കൊരു ബന്ധവുമില്ല. പക്ഷേ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. 2 കാരണങ്ങളാലാണ് അതുണ്ടാകുന്നത്. ഒന്ന്, ക്രിസ്തുവിൻ്റെ നാമം അവർ പ്രയോഗിക്കുന്നത് കൊണ്ട്. ചില ആളുകൾ രക്ഷപ്പെടണമെന്നുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശമായതുകൊണ്ട്, ഏതവനായാലും ശരിയാ, ആ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ വിറയ്ക്കുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടാകും. രണ്ടാമത്തേത്, കർത്താവ് അറിയാതെ ഒരു അത്ഭുതം നടക്കണമെങ്കിൽ വേറെ ആരെങ്കിലും എതിർ ക്രിസ്തുവായി അല്ലെങ്കിൽ ക്രിസ്തു എന്ന് വേഷം ധരിച്ച് ഏതെങ്കിലും ഒരു സ്പിരിറ്റ് അവനെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവാം. ഇതിലേതെങ്കിലും ഒന്നവിടെ നടക്കുന്നുണ്ടെന്നുള്ള ഉറപ്പാണ്. ആദ്യത്തേതായാൽ കുഴപ്പമില്ല എന്ന് വേണേൽ വിചാരിക്കാം. പക്ഷേ ഇവർ അധർമ്മം പ്രവർത്തിക്കുന്നവർ തന്നെയാണ്. അതുകൊണ്ട് ഇവർക്ക് എന്താ സംഭവിക്കുന്നത്? ഇവർ നരകത്തിൽ പോകും. അവിടെ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിയുന്നില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുന്നു. അപ്പോൾ ഈ കള്ളപ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ എന്താണ് അവരുടെ അധർമ്മം? കർത്താവ് ഒരിക്കലും പറയുകയില്ലാതിരുന്ന വാക്കുകൾ പറയുക, വിശാലമായ വഴിയിലേക്ക് ആൾക്കാരെ പ്രലോഭിപ്പിക്കുക, ലോകത്തിൽ വീഴാൻ പ്രലോഭിപ്പിക്കുക, അനാവശ്യമായ വാഗ്ദത്തങ്ങൾ നൽകുക, സാമ്പത്തിക ലാഭം ഉന്നം വെച്ച് ശുശ്രൂഷിക്കുക, സ്വന്തം ഇഷ്ടത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ അടിച്ച് ഏൽപ്പിക്കുക, ക്രിസ്തുവിലേക്ക് ചേർക്കുന്നതിന് പകരം സ്വയം അവനവനിലേക്ക് ചേർത്ത് ക്രിസ്തുവിൽ നിന്ന് ചിതറിച്ച് കളയുക.
ഇതെല്ലാം ഫലം മോശമാണ്. ഈ ഫലം മോശമായതുകൊണ്ട് അവർ അധർമ്മികളാണ്. എന്നാൽ അവരുടെ കൈകൊണ്ട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. അത്ഭുതങ്ങൾ നടക്കുന്ന കാണുമ്പോഴും അവർ അധർമ്മികളാണ്. അവർ ഒരുപക്ഷെ യേശുവിൻ്റെ നാമം അവർ പറഞ്ഞപ്പോൾ കർത്താവ് കരുണ കാണിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ദുരാത്മാവായിരിക്കാം അത് ചെയ്യുന്നതായി അഭിനയിച്ചത്. പ്രിയ സഹോദരങ്ങളെ, ഫലം നല്ലതല്ലെങ്കിൽ നിങ്ങളത് ആ ഒരു ശുശ്രൂഷ സംബന്ധമായ ഫലം, ഞാൻ പറയുന്ന ജീവിതത്തിൽ ദേഷ്യം വന്ന് അങ്ങനെയുള്ള കാര്യങ്ങളല്ല, ശുശ്രൂഷ സംബന്ധമായി അവരിലുണ്ടാകുന്ന ഫലം നല്ലതല്ലെങ്കിൽ ഉറപ്പായിട്ടും അത് ദൈവത്തിനുള്ളതല്ല. ദൈവത്തിൽ നിന്ന് വരുന്ന ആത്മാവല്ല ശുശ്രൂഷിക്കുന്നത്. ഓക്കെ, ഓരോ പ്രവചനം കേൾക്കുമ്പോഴും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ലോകത്തിൻ്റെ മോഹങ്ങൾ, ആശ്വാസങ്ങളാണ് കിട്ടുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പ്രവചനമല്ല. ദൈവത്തിൻ്റെ പ്രവചനം ആത്മീകമായ ആശ്വാസമാണ് നൽകുന്നത്, ആന്തരികമായ ആശ്വാസമാണ് നൽകുന്നത്. അപ്പോൾ 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയാണ്, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ഞാൻ അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ വചനത്തിന്മേൽ, ഈ കർത്താവ് വചനം കർത്താവ് തന്നെയാണ്. കർത്താവ് നമ്മൾ, ഇതെല്ലാം ഭയങ്കര സിങ്കായിട്ട് കിടക്കുന്ന വാക്യങ്ങളാണ്. വചനം നമ്മൾ വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വായിക്കുക എന്നുള്ളതിനേക്കാളും ക്രിസ്തു, വചനം ജഡമായി തീർന്ന ക്രിസ്തു നമ്മൾ വസിക്കുക എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ പ്രൈമറി എലമെൻ്ററി മീനിങ്. ഓക്കെ, അപ്പോൾ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കർത്താവ് തന്നെയാണ്. അവൻ തന്നെയാണ് നമ്മുടെ നീതിയും വിശുദ്ധീകരണവും തേജസ്സും എല്ലാം. ഹി ഈസ് അവർ ഫൗണ്ടേഷൻ. അപ്പോൾ നമുക്ക് പറയാം, കർത്താവാണോ ഫൗണ്ടേഷൻ അതോ അപ്പോസ്തലന്മാരുടെ ഉപദേശമാണോ ഫൗണ്ടേഷൻ? നമ്മുടെ വിശ്വാസത്തിൻ്റെയും ശിഷ്യത്വത്തിൻ്റെയും വിശുദ്ധ ജീവിതത്തിൻ്റെ എല്ലാ അടിസ്ഥാനം ക്രിസ്തു തന്നെയാണ്. എന്നാൽ സഭയുടെ അടിസ്ഥാനം അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ്. ഇത് രണ്ടും രണ്ട് രീതിയിലാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഓക്കെ, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. അപ്പോൾ ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു ആര്? ഈ പാറമേൽ വീട് പണിത മനുഷ്യൻ. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. നമുക്ക് ക്രിസ്തുവിൻ്റെ വചനത്തിന്മേൽ, ആ ന്യൂ സ്പിരിച്വാലിറ്റിയിൽ പണിയപ്പെടുന്നതും ഓൾഡ് സ്പിരിച്വൽ, പഴയ വീഞ്ഞ് അല്ലെ പഴയ തുരുത്തിയിൽ പണിയപ്പെടുന്നതുമായിട്ടുള്ള വിശ്വാസങ്ങളുടെ വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരാൾ വിശ്വാസത്തിൽ വരുന്നു പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു പ്രോസ്പെരിറ്റി പ്രസംഗം കേട്ട് നിങ്ങളുടെ ബിസിനസ് നന്നാകും, നീ വിശ്വാസത്തിൽ വന്നാൽ മതി, സ്നാനപ്പെട്ടാൽ മതി എന്ന് കേട്ടിട്ട് ഇവർ പോയി സ്നാനപ്പെട്ട് ബിസിനസ് നന്നാകാൻ വേണ്ടി വിശ്വാസത്തിൽ വരുന്നു. 1 മാസം കഴിഞ്ഞ്, 2 മാസം കഴിഞ്ഞ്, 3 മാസം കഴിഞ്ഞു, വിശ്വാസം ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. അവർ മനസ്സിലാക്കുകയാണ് ഇതിൽ കൊണ്ടൊന്നും കാര്യം നടക്കുന്നില്ല. അവർ പിന്തിരിഞ്ഞു പോകുന്നു. കാറ്റും കോളും വരുന്നതിന് മുമ്പ് തന്നെ അവർ പോയി. വേറൊരു കൂട്ടം ആൾക്കാർ വിശ്വാസത്തിൽ വന്ന ശേഷം ചുറ്റുമുള്ളവരെ നോക്കും. ചുറ്റുമുള്ളവർ നോക്കിയിട്ട് അവർ പറയും, അവർ ശരിയല്ല, ഇവർ ശരിയല്ല, ഈ പാസ്റ്റർ ശരിയല്ല, വിശ്വാസികളെല്ലാം പോക്കാണ്. പ്രിയ സഹോദരങ്ങളെ, വിശ്വാസികൾ ആരും പോക്കല്ല, ഒരാളും പോക്കല്ല. വിശ്വാസികളെല്ലാം കർത്താവ് വിശദീകരിക്കുന്നവരാണ്. പക്ഷേ വിശ്വാസി ആരാന്നുള്ളതാണ്, അത് വേറൊരു കാര്യം. വിശ്വാസികളായി അഭിനയിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ മറ്റുള്ള ആൾക്കാരെ നോക്കിയിട്ട് കത്തോലിക്ക പള്ളിയോട് തിരിച്ചു പോയ ആൾക്കാർ, യാക്കോബ് പള്ളിയോട് തിരിച്ചു പോയ ആൾക്കാർ, ഞാൻ ആലോചിക്കാറുണ്ട്, ഇവരാരെ നോക്കിക്കൊണ്ടാണ് വന്നതെന്ന്. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ അടിസ്ഥാനത്തിന്മേൽ പണി തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ആ ഷിപ്രക്ക് ചെയ്യാൻ പറ്റത്തില്ല, കപ്പൽ ഛേദം വരുത്താൻ സാധിക്കത്തില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആരും അടിസ്ഥാനത്തിന്മേൽ പണിയുന്നില്ല. ഈ ലോകത്തിലുള്ള വാഗ്ദത്തങ്ങളെക്കുറിച്ച് കേൾക്കുന്നു, അത് കിട്ടാതെ വരുമ്പോൾ അസ്വസ്ഥരാകുന്നു, അത് കിട്ടാതെ വരുമ്പോൾ ഉദ്ദേശം സാധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു, ഉള്ളിൽ വിഷമം കിടക്കുന്നു. ഓക്കെ, അത് അപ്പോസ്തലികമായൊരു വിശ്വാസമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏതെങ്കിലും ഒരു അപ്പോസ്തലൻ രോഗം മാറ്റുന്ന ദൈവം, കഷ്ടത മാറ്റുന്ന ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണോ വിശ്വസിച്ചുകൊണ്ട് നടന്നത്? അല്ല. ക്രിസ്തുവിൻ്റെ മുമ്പാകെ നമ്മളെ നിർത്തുവാൻ കഴിവുള്ള ദൈവം, വിശുദ്ധിയിലും തേജസ്സിലും നമ്മുടെ ഉള്ളിലൊരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ പൂർത്തിയാക്കാൻ കഴിയുന്ന ദൈവം. ആ വിശ്വാസമായിരുന്നു അപ്പോസ്തലന്മാർക്കെല്ലാം ഉണ്ടായിരുന്നത്. അല്ലാതെ അടുത്ത മാസം വിടുതലാന്ന് പറഞ്ഞുകൊണ്ടാണ് പത്രോസും പൗലോസും നടന്നത്. ദേ വർ നോട്ട് ഈവൻ കൺസേൺഡ് അബൌട്ട് ദാറ്റ്. അപ്പോൾ എന്താണ് പണിതിരിക്കുന്നത്? എന്ത് ഫെയ്ത്തിന്മേലാണ് പണിതിരിക്കുന്നത്? ചിലപ്പോൾ ആൾക്കാർ പറയും, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് പൈസ ദൈവം തരുമെന്നുള്ള ജീവിതമാണ്, എനിക്ക് രോഗം വന്നാൽ കർത്താവ് സൗഖ്യമാക്കിക്കൊള്ളുന്നുള്ള ആ ഒരു ജീവിതമാണ് വിശ്വാസ ജീവിതം എന്ന് പല ആൾക്കാരും പറയും. പ്രിയ സഹോദരങ്ങളെ, ആ വിശ്വാസം തെറ്റായ വിശ്വാസമാണ്. ദൈവം നമ്മളെ പുലർത്തും, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ അതല്ല നമ്മുടെ വിശ്വാസ ജീവിതം. നമ്മൾ യാചിക്കുന്നതും അന്വേഷിക്കുന്നതും നമ്മുടെ ആത്മീയതയും ഇതെല്ലാം ക്രിസ്തുവിനെ സംബന്ധിക്കുന്നതും നിത്യമായ വാഗ്ദത്തങ്ങളുമാണ്. ഫെയ്ത്ത് ഓൾവേസ് കണക്ട്സ് us ടു ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അങ്ങനെ നമ്മൾ പണിതാൽ ഒരിക്കലും
എത്ര വലിയ വൻമഴ പെയ്താലും, നദികൾ പൊങ്ങിയാലും, കാറ്റടിച്ചാലും, വീട്ടിലടച്ചാലും അതിനൊന്നും സംഭവിക്കില്ല. കാരണം ക്രിസ്തു എന്ന ഫൗണ്ടേഷനെ നീക്കിക്കളയാൻ ആർക്കും സാധിക്കില്ല. പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തു എന്ന അടിസ്ഥാനം അതെടുത്തു മാറ്റാൻ ആരെക്കൊണ്ടും പറ്റത്തില്ല. നോ വൺ ക്യാൻ അപ്സെറ്റ് ദാറ്റ് ഫൗണ്ടേഷൻ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കർത്താവ് പറഞ്ഞു. കുറേ മുന്നറിയിപ്പുകളാണ്. ഈ മുന്നറിയിപ്പുകളെല്ലാം, ഒന്ന് കള്ളപ്രവാചകന്മാരെ കുറിച്ചുള്ള മുന്നറിയിപ്പ്, മറ്റൊന്ന് ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേലല്ലാതെ പണിയുന്നതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്. ഈ രണ്ട് മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടാണ് ഗിരിപ്രഭാഷണം അവസാനിക്കുന്നത്. ഇതിൽ നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. കർത്താവ് പറയുകയാണ്, അധർമ്മം പ്രവർത്തിക്കുന്നവരല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ. അപ്പോൾ എന്താ ഇഷ്ടം? ഇതാണ് ഇഷ്ടം. ഇടുക്കുവാതിലൂടെ കിടക്കുന്നവർ, ക്രിസ്തുവിൻ്റെ ജീവനുള്ളവർ, അവൻ്റെ നീതി അന്വേഷിക്കുന്നവർ, ഇങ്ങനെ ഇടുക്കുവാതിലൂടെ കിടക്കുന്നവർക്കുള്ളതാണ് ശരിക്കും ദൈവത്തിൻ്റെ രാജ്യം, അതിൻ്റെ നീതിയും അതിൻ്റെ അവകാശങ്ങളും എന്നുള്ളതാണ്. അങ്ങനെ അല്ലാതെ പണിയപ്പെടുന്ന എല്ലാം കള്ളപ്രവാചകന്മാരുടെ പണികളാണ്. കള്ള ശുശ്രൂഷ, ക്രിസ്തുവിനെ വെളിപ്പെടുത്താത്തവർ, ലോകത്തെ വെളിപ്പെടുത്തുന്നവർ. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്ററോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ദൈവഹിതം എന്ന് പറയുന്നത് അപ്പനും അമ്മയ്ക്കും ഏതാണോ ഇഷ്ടം അതാണ് ദൈവഹിതം. ഒരു കല്യാണത്തിൻ്റെ ആലോചനയാണ്. അപ്പോൾ അപ്പൻ്റെ അമ്മയുടെ ഇഷ്ടം എന്താണെന്നറിയാം? സുറിയാനി ക്രിസ്ത്യാനിയായ മകൾ സുറിയാനി ക്രിസ്ത്യാനി അയാളെ കല്യാണം കഴിക്കണം. ഇതാണ് ദൈവഹിതം. അവർ കണ്ടെത്തിയ ദൈവഹിതമാണ്. ഇത് ആരുടെ അടിസ്ഥാനത്തിന്മേൽ പണിയുന്നതാണ്? ഇത് കള്ളപ്രവാചകന്മാരും കള്ള ശുശ്രൂഷകരുടെയും പണിയാണ്. അവർ കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ അവർക്ക് ഭയമാണ്. യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ ഭയമാണ്. അവരെന്ത് ചെയ്യുന്നു? അവർ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയുന്നതേയില്ല, നാട്ടു നടപ്പ് എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയുന്നു. ഇന്ന് വിശ്വാസം മുഴുവൻ പണിയപ്പെടുന്ന ക്രിസ്തുവിലല്ല, നാട്ടു നടപ്പിന്മേലാണ്. എത്ര ദയനീയമായൊരു സാഹചര്യമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഹൗ ബിസർ, ഹൗ സാഡ്. അതുകൊണ്ടാണ് ഈ ഗിരിപ്രഭാഷണത്തിലൂടെ ദൈവം തരുന്ന പുതിയ റൈച്ചസ്നെസ്സിനകത്ത് അതിനകത്ത് ജാതിയുമില്ല, മതവുമില്ല, ഒന്നുമില്ല. ക്രിസ്തു മാത്രമേ ഉള്ളൂ ഫൗണ്ടേഷനായിട്ടും അടിസ്ഥാനമായിട്ടും. 29-ാം വാക്യം പറയാണ്, അവരുടെ ശാസ്ത്രിമാരെ പോലെ അല്ല, അധികാരമുള്ളവനായിട്ടത്രേ കർത്താവ് അവരോട് സംസാരിച്ചത്. അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത്. 28-ാം വാക്യം പറഞ്ഞു, ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചു. ഈ ശാസ്ത്രിമാരെങ്ങനെ പഠിപ്പിക്കുന്നറിയോ? ശാസ്ത്രിമാരെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, ഒരു ബ്രദർ, ഒരു പയ്യൻ, ഇത്തിരി യൗവനക്കാരൻ എന്നോട് ചോദിച്ചു, പാസ്റ്ററെ, ഈ ഒരു ജീവൻ്റെ വെളിപ്പാട് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് പാസ്റ്റർ എന്തൊക്കെയാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്? ഞാൻ അന്നേരം ആലോചിച്ചു, എന്തൊക്കെയാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്? ഈ ശാസ്ത്രിമാരുടെ പ്രസംഗം അങ്ങനെയായിരുന്നു. നമ്മളൊരു പാസേജ് എടുക്കുന്നു, അതിനകത്ത് 5 പോയിൻ്റ് ഉണ്ടാക്കുന്നു, അതിന് പറ്റിയ ഡിക്ഷണറി റെഫറൻസ് നോക്കുന്നു, കമൻട്രി നോക്കുന്നു, നോക്കിയിട്ട് നല്ലൊരു പ്രസംഗം പ്രസൻറ്റ് ചെയ്യുന്നു. അധികാരമൊന്നുമില്ല, അതോറിറ്റി ഇല്ല. കർത്താവ് പറഞ്ഞതുപോലെ എന്ന് പറയാൻ പറ്റത്തില്ല. ടോപ്പിക്കായിട്ട് ഇങ്ങനെ പഠിപ്പിച്ച് പോകുന്നു. പരിശുദ്ധാത്മാവില്ല, പരിശുദ്ധാത്മാവിൻ്റെ ജീവനും ഇല്ല. എന്നാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് 10 പോയിൻ്റ് അറിയാം. ഇതാണ് ശാസ്ത്രിയുടെ പഠിപ്പിക്കൽ. വിളക്കുണ്ട്, എണ്ണയില്ല, കത്തുന്നില്ല. പണ്ട് കാലത്ത് ആൾക്കാർ പറയുമായിരുന്നു, തീയില്ലാത്ത ബീഡിയാണ്. തമാശയായിട്ട് പറയാം, ബീഡിയ ഡിഗ്രി എന്ന് പറയുമ്പോൾ, ബാച്ചിലർ ഓഫ് ഡിവിനിറ്റി എന്ന് പറയുമ്പോൾ പറയും, തീയില്ല, ഇന്നത്തെ ബീഡിക്ക് തീയില്ല എന്ന് പറയുമായിരുന്നു. അതായത് ജീവനില്ല, പക്ഷേ എല്ലാം അറിയാം, സകലതും അറിയാം. എന്ത് പറഞ്ഞാലും അവർക്ക് ഉത്തരവുണ്ട്. പക്ഷെ അവർക്ക് പറയുമ്പോൾ അതോറിറ്റി ഇല്ല. ക്ഷമിക്കണം, മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ അവർ ക്ഷമിക്കാത്ത കഥകൾ നമുക്കറിയാം, നമ്മുടെ മുമ്പിൽ കിടക്കുക കഥകൾ. അപ്പോൾ അതോറിറ്റി ഇല്ല. എന്നാൽ കർത്താവ് അങ്ങനെ അല്ലായിരുന്നു. കർത്താവിന് ഇത്രയും വലിയ ഒരു ഉപദേശം കർത്താവ് സ്ഥാപിക്കുമ്പം, ഉന്നതമായ ഒരു മനുഷ്യന് എത്തി നോക്കാൻ പറ്റാത്ത ഒരു നീതി പ്രസൻറ്റ് ചെയ്യുമ്പം, അവിടെ കർത്താവ് പെർഫെക്റ്റ് ആയിരുന്നു. ഹി ഹാഡ് അതോറിറ്റി. ഇത് പറയാൻ അധികാരമുള്ളവനെ പോലെ തന്നെയാണ്. ഒരാൾക്ക് തിരിച്ച് നീ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ചോദിക്കാൻ പറ്റത്തില്ല. കാരണം ഹി വാസ് ലിവിങ് ദാറ്റ് റൈച്ചസ്നെസ്. നമുക്കൊരിക്കലും അങ്ങനെ ആകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ അധികാരം എന്ന് പറയുന്നത്, ക്രിസ്തു നമ്മിൽ വാഴുന്ന, ക്രിസ്തു നമ്മിലൂടെ വെളിപ്പെടുന്ന, ക്രിസ്തു നമ്മുടെ യജമാനനും കർത്താവും രാജാവുമായിരിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരുമ്പോൾ അവൻ്റെ അധികാരമാണ്. അവൻ എന്നെ നീതിമാനാക്കാനും വിശുദ്ധനാക്കാനും കഴിയും. അവൻ്റെ അധികാരമാണ് എന്നെ ശുശ്രൂഷിപ്പിക്കുന്നത്. ഇവിടെ പറയാണ്, ശാസ്ത്രിമാർ ചിന്തിക്കുന്ന പോലെയും പറയുന്ന പോലെയും കഥകൾ പറയുകയല്ല, പോയിന്റുകൾ പറയുകയല്ല, രസിപ്പിക്കുകയല്ല, ആൾക്കാർക്ക് വേണ്ടി ശുശ്രൂഷിക്കുകയല്ല. കർത്താവ് ചെയ്യുന്നത് പിതാവിൻ്റെ വചനം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത്. ഗിരിപ്രഭാഷണം ശരിക്കും ഇനിയുള്ള കർത്താവിൻ്റെ എല്ലാ ടീച്ചിങ്സിനും ഒരാമുഖമായിട്ട് നമ്മൾ കാണേണ്ടതാണ്, എല്ലാ ടീച്ചിങ്സിനും. കാരണം ഇതാണ് ഫൗണ്ടേഷൻ. അതായത് കർത്താവ് എന്താ പഠിപ്പിച്ചെന്നുള്ളതിൻ്റെ ഒരു ഫൗണ്ടേഷൻ. അത് പറഞ്ഞുകൊണ്ടാണ് മത്തായി തുടങ്ങുന്നത്. നിങ്ങൾ ഈ അവരെ പോലെ ആകരുത്. ഒത്തിരി അടുത്ത് കർത്താവ് പറയുന്നുണ്ട്, ഡോണ്ട് ബി ലൈക്ക് ദം. അവിടെ ഈ ദം എന്ന് പറയുന്ന പരീക്ഷന്മാരാണ്.
അവർ നേരത്തെ ചിന്തിച്ചത് ജാതികളെ പോലെ ആകരുത്. അപ്പം നമ്മൾ ആരെ പോലെ ആകരുത്? ജാതികളെ പോലെ ആകരുത്, പരീശന്മാരെ പോലെ ആകരുത്, അവരെ പോലെ ആകരുത്. പിന്നെ നിങ്ങളോ ഇവണ്ണം, നിങ്ങളിങ്ങനെ ആവണം. അതാണ് ന്യൂ റൈച്ചസ്നെസ്, ന്യൂ ഹോളിനെസ്, ന്യൂ സ്പിരിച്വാലിറ്റി. പുതിയത്, എല്ലാം ആത്മാവിനാൽ സൃഷ്ടിക്കപ്പെടുന്നത്, എല്ലാം ദൈവത്തിൻ്റെ കൈയാൽ നടക്കുന്നത്, ദൈവികമായ ആ ഒരു വെളിപ്പാടിന് നടക്കുന്നത്, നമ്മുടെ കയ്യിൽ നിന്ന് വരുന്നതല്ല. The Lord does everything and He does everything in His own beautiful way. അവനെല്ലാം മനോഹരമായി ചെയ്യുന്ന ദൈവമാണ്. അപ്പം ഈ ഗിരിപ്രഭാഷണം മുഴുവൻ നമ്മൾ ഉയരത്തിന്ന് താഴോട്ട് നോക്കണം. കർത്താവിൻ്റെ കാഴ്ചയാണ്. എന്താണ് നീതി? ആ കർത്താവിൻ്റെ കാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ നമ്മൾ എങ്ങനെ ഈ നീതിയെക്കുറിച്ച് ചിന്തിക്കണം? ഈ വാക്യങ്ങളാണ്, ഈ വചനങ്ങളാണ് ദൈവം നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്നത്. അത്ഭുതപ്പെടുത്തുന്ന ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. പക്ഷെ അവരെല്ലാം ശാസ്ത്രിമാരെ പോലെ ആയിപ്പോയതേ ഉള്ളൂ. ക്രിസ്തു മാത്രമാണ് അധികാരത്തോടെ പ്രസംഗിച്ചത്. ബിക്കോസ് ഹി ലീവ്ഡ് ദാറ്റ് ലൈഫ്. പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ജീവനിൽ നമുക്കിത് അനുഭവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമ്മൾ നീതി അന്വേഷിക്കുന്നവരായി, മുട്ടിക്കൊണ്ടിരിക്കുന്നവരായി, വിശ്വാസത്തോടെ വീണ്ടും നീതിക്കായി കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ നമ്മളെ കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ നീതിക്ക് വേണ്ടി ദാഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ ആത്മാവ് ഞങ്ങൾക്ക് യഥാർത്ഥ ദാഹവും കൃപയും നൽകണമേ. കർത്താവ് എപ്പോഴും ആ നീതി ഞങ്ങളുടെ മുമ്പിൽ ഒരു ആഗ്രഹമായി, കർത്താവിൻ്റെ അടിസ്ഥാനത്തിന്മേൽ പണിയുന്നവരായി ഞങ്ങൾ എപ്പോഴും അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.